നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. ആത്മപ്രകാശം ചൊരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാ പേർക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരത്തിൽ യമളാർജുന ഭഞ്ജനം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇത്തം ഭഗവത്പദസ്പർശഹേതുന ശുദ്ധരായേറ്റമത്യുത്തമരാകിയ മൃത്യുഞ്ജയാനുചരന്മാരിരുവരും ചിത്തമഴിഞ്ഞരുണാംഗ്രിയുഗ്മാന്തരേ നത്വാ മുഹുർമുഹു സ്തുത്വാപി ചൈവ സൽകൃത്വാപി ബദ്ധാഞ്ജലിയോടുമങ്ങനെ നിൽക്കുന്നതു കണ്ടു ലോകലേ. ബദ്ധനായി നിൽക്കും കരുണാകരൻ കമലേക്ഷണൻ ഭക്തപ്രിയൻ അവർ തമ്മുടെ ഭക്തി കണ്ടെത്രയും ഏറ്റം പ്രസാദിച്ചു തന്നെ. ചിത്തം തെളിഞ്ഞു മന്ദസ്മിതം പൂണ്ടനുസൃത്യ കടാക്ഷിച്ചരുൾ ചെയ്താദരാൽ വിശ്രവസ്സുതപുത്രരായി മേവിന വിശ്രുത കീർത്തിമാന്മാർ നിങ്ങളെന്നതും ഭദ്രമമാററിഞ്ഞിടിനേഷ ഞാൻ ഭദ്രരായി വന്നുകൂടി ഭവാന്മാരിനെ മറ്റൊരു ബന്ധുക്കളുണ്ടായി വരാഭുവി പറ്റുമെന്ന പ്രതിഭക്തിയും മേൽക്കുമേൽ സത്തുക്കൾക്കെന്നെ അൻപുറ്റു കാൺമോളമേ മിഥ്യാഭിയോഗ സംബന്ധമുണ്ടായി വരൂ. പിന്നെ അവർക്കൊരു കർമ്മബന്ധങ്ങളും വന്നു കൂടിയിടുകയില്ലതു നിർണയം. ചെമ്മേ ദിനേശനെ കാൺമവർ തമ്മുടെ കൺമുന കൊണ്ട് മറ്റൊന്നുമേ സമ്പ്രതി കണ്ടുകൂടായതുപോലെ യഥാരുചി കൊണ്ടൽ നിർവർണ്ണനമെൻ പദമീ ദൃശ്യം കണ്ടറിഞ്ഞിടുവാനാകന്ത നാരദൻ പണ്ടേ ധനമതം പൂണ്ടുള്ള നിങ്ങളെ വണ്ടാർത്തഴക്കുഴലാരിടയിൽ പരികുണ്ഠരായി കണ്ടു ശപിച്ചതനുഗ്രഹം കൊണ്ടു തന്നെ സദാം ശീലമതും ദയയുണ്ടാക കൊണ്ടു സാധുക്കളുടെ ഗതാ സമ്പർക്കമുണ്ടായി വരികിൽ നന്നായി വരും സമ്പ്രതി മേൽക്കുമേലില്ലൊരു സംശയം. എന്നാൽ മഹാമുനി നാരദനേറ്റവും നന്നായി വരുവാൻ അനുഗ്രഹിച്ചു യുവാം. പിന്നെ ഞാനിന്നു മൽഭക്തരിൽ നല്ലരായി വന്നിടുവാനും അനുഗ്രഹിച്ചിടിനേൻ. എന്നെ മറന്നു പോകാതെ കണ്ടങ്ങിനി ചെന്നു കുബേരനെ കണ്ടു വന്ദിച്ചവൻ തന്നോടവസ്ഥകളെല്ലാം അറിയിച്ചു. മുന്നേതിലേറ്റം
സുഖിച്ചിരുന്നിടുവിൻ. പോയാലുമെങ്കിലിനിയെന്നു യാത്രയും മായാമയൻ അരുൾ ചെയ്തയക്കും വിധു കായാമലർപ്രഭകെ തൊഴുതിടഴും കായവിലാസം കലർന്നു വിളങ്ങിന ദാമോദരനെ ബലം വച്ചു കൈതൊഴുതാമോദമോടു മനസ്സിലെടുത്തവർ വീണു നമസ്കരിച്ചുദ്ധായ യാത്രയും താണു തൊഴുതപേക്ഷിച്ചു പിരിയുന്ന ഗേദവുമുള്ളിലടക്കി വച്ചാശു സമോദം കലർന്നു വടക്കു നോക്കി ദ്രുതം ദിവ്യയാനേന പോച്ചെന്നളകാപുരം പ്രാപിച്ചു താതനെ കണ്ടു തൊഴുതതിഗേദം പിരിഞ്ഞിരുന്നുണ്ടായതൊക്കവേ സാദരം തീർത്തു സുഖിച്ചിരുന്നീടിനാർ. കേവലമേവം ജഗൽപതി മാധവൻ ദേവകീ ദേവി തിരുമകനീശ്വരൻ ലീലാവിലാസങ്ങൾ ചൊൽകതാൻ കേൾക്കതാൻ ചാലേ കനിവു കലർന്നുടനോർക്കതാൻ ചെയ്വവനാശു സംസാര നിർമ്മോചനം കൈവരും ദൈവകാരുണ്യേന നിർണയം. വൈഭവമില്ല വാക്കിനെന്നെനിക്കെങ്കിലും കൈവല്യമൂർത്തി ചരിത്രമൊട്ടൊട്ടു ഞാൻ ശേഷമിനിയും പറയുന്നതുണ്ടതു ദോഷമൊഴിഞ്ഞു കേട്ടിടുവിൻ വേണ്ടുകിൽ. കേവലമേവം ജഗൽപതി മാധവൻ ദേവകീ ദേവി തിരുമകനീശ്വരൻ ലീലാവിലാസങ്ങൾ ചൊൽകതാൻ കേൾക്കതാൻ ചാലേ കനിവു കലർന്നുടനോർക്കതാൻ ചെയ്വവനാശു സംസാര നിർമ്മോചനം കൈവരും ദൈവകാരുണ്യേന നിർണയം. വൈഭവമില്ല വാക്കിന്നെനിക്കെങ്കിലും കൈവല്യമൂർത്തി ചരിത്രമൊട്ടൊട്ടു ഞാൻ ശേഷമിനിയും പറയുന്നതുണ്ടതു ദോഷമൊഴിഞ്ഞു കേട്ടിടുവിൻ വേണ്ടുകിൽ. നമസ്തേ. നമ്മൾ പാരായണം ചെയ്ത ഭാഗം നളകൂബരനും മണിഗ്രീവനും എന്ന വൈശ്രവണപുത്രന്മാർ നാരദൻ്റെ ശാപം നിമിത്തം മരുതമരങ്ങളെ തീർന്ന കഥാഭാഗമാണ്. അതായത് വൈശ്രവണപുത്രന്മാരായിരുന്നു നളകൂബരനും മണിഗ്രീവനും. ധനവും സൗന്ദര്യവും അവരെ തീർത്തും അഹങ്കാരികളും അവിവേകികളുമാക്കി തീർത്തു. ഒരു നാൾ തരുണീമണികളോടൊത്ത് കാമലീലകളാടി നിന്ന ഇരുവരും പരിസരബോധം പോലും നഷ്ടപ്പെട്ടവരായി മാറി. മഹർഷി നാരദനെപ്പോലും ശ്രദ്ധിക്കാതെ തുടർന്ന് അവരുടെ മൃഗതുല്യമായ രീതിയിലുള്ള ആഭാസത്തരങ്ങൾ ദർശിച്ച ദേവർഷി നാരദൻ ഇരുവരെയും ശപിച്ചു. മര്യാദയുടെ അതിർത്തികൾ ലംഘിച്ച് പാവനമായ ഗംഗയിൽ കാമകേളികളാടിയ നിങ്ങൾ ഇരുവരും ഇനി മുതൽ ബുദ്ധിയും ബോധവും ചൈതന്യവുമില്ലാത്ത മരുതുമരങ്ങളായി തീരട്ടെ. മഹർഷിയുടെ ശാപവചസ്സുകൾ കേട്ട് ബോധം തെളിഞ്ഞ ഇരുവരും തങ്ങളുടെ തെറ്റ് പുറത്ത് ശാപമോക്ഷം നൽകുവാൻ അപേക്ഷിച്ചു. അവരുടെ ദയനീയാവസ്ഥ കണ്ട് മനമലിഞ്ഞ ദേവർഷി ദ്വാപരയുഗത്തിൽ ഭഗവാൻ നാരായണൻ കൃഷ്ണനായി അമ്പാടിയിൽ വസിക്കുമെന്നും ആ വേള
ഉരൽ കൊണ്ട് മരുതുമരങ്ങളെ മറിച്ചിടുമെന്നും അന്നേരം ഇരുവർക്കും ശാപമോചനം ലഭിക്കുമെന്നും അരുളി ചെയ്ത ശേഷം അവിടെ നിന്നും മറഞ്ഞു. മരുതുമരങ്ങൾ മറിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് അനേകം പേർ അവിടേക്ക് ഓടിയെത്തി. അവിടെ നടന്ന അത്ഭുതദൃശ്യങ്ങൾക്ക് അനേകം പേർ സാക്ഷികളായി. വെറും 4 വയസ്സ് പ്രായമുള്ള കുഞ്ഞിൻ്റെ ലീലകൾ ഏവരിലും വിസ്മയം ജനിപ്പിച്ചു. എന്നാൽ പൈതലിനെ ഉരലിൽ കെട്ടിയിട്ടതിന് നന്ദഗോപർ യശോദ മാതാവിനെ ഒട്ടേറെ ശാസിച്ചു. യശോദ അനുനയ വാക്കുകൾ പറഞ്ഞ പൈതലിനെ നന്ദഗോപൻ്റെ കയ്യിൽ നിന്നും വാങ്ങി സ്നേഹപൂർവ്വം ചുംബനങ്ങൾ നൽകി. ഇനിയും ഈ നാട്ടിൽ തുടർന്നാൽ അടിക്കടി ആപത്തുകൾ വന്ന് ഭവിക്കുമെന്ന യശോദയുടെ അഭിപ്രായത്തോട് ഏവരും യോജിച്ചു. നാളുകൾ കടന്നുപോയി. കണ്ണൻ തൻ്റെ ലീലകൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു നാൾ ഒരു വൃദ്ധയായ സ്ത്രീ പഴം വിൽക്കുവാനായി അമ്പാടിയിലുടനീളം നടന്നു. കൃഷ്ണൻ പഴം വാങ്ങുവാൻ കൈ നീട്ടി. ആ വൃദ്ധ സ്നേഹപൂർവ്വം പഴം നൽകി. കൃഷ്ണൻ വിലയായി ഒരു പിടി നെല്ല് ആ കുട്ടയിലേക്ക് ഇട്ടുകൊടുത്തു. അത്ഭുതമെന്ന് പറയട്ടെ, വൃദ്ധ നോക്കുമ്പോൾ നെല്ലിന് പകരം കണ്ടത് വില കൂടിയ രത്നങ്ങളായിരുന്നു. ഈ വിധം ആരെയും അതിശയിപ്പിക്കുന്ന കണ്ണൻ്റെ മായാലീലകൾക്ക് യദുകുലം സാക്ഷിയായി മാറി. നമസ്തേ. അടുത്ത ഭാഗം വൃന്ദാവനത്തിലേക്കുള്ള യാത്രയാണ്. തുടരും വരികൾ സഹിതം നാളെ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹിഷ്യാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാതം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ജയ ജയ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭൂ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ.